ഹായ് ഓൾ, എല്ലാവരുടെയും ലാസ്റ്റ് മിനിറ്റ് ഓണം പർച്ചേസിംഗിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ. അപ്പൊ ഫ്ലോറൻസയുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്. അപ്പൊ നമ്മുടെ ജസ്റ്റ് ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇതിന്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഈ കണ്ട ഐറ്റംസ് കുറെ പേര് കമന്റ് ചെയ്തൊന്നും എന്താ പ്രൊഡക്ട്സ് ആയിട്ട് കാണിക്കാത്തെന്നുള്ളത്. നമ്മൾ ആക്ച്വലി വീഡിയോസ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ നമ്മൾ ഒരു 20-30 വീഡിയോസ് എടുത്തു വെക്കും. ലാസ്റ്റ് വീക്കിൽ ഞാൻ കുറെ ദിവസങ്ങളിൽ ഇളയ മോൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ കുറെ ഡിലേയും കാര്യങ്ങളുമായി. അപ്പൊ ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ അപ്കമിങ് പ്രൊഡക്ട്സ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബനാറസി വീവിങ്ങിലേക്കൊക്കെ വന്നേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്കോ കളറിലെയൊക്കെ സാരിയും ഒരുപാട് പ്രൊഡക്ട്സ് പുതിയതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട്. ചുരിദാർ മെറ്റീരിയലിന്റെ ടെസറിന്റെ ഒക്കെ ഉണ്ടല്ലോ, നല്ല പ്യുവർ ടെസറിന്റെ ഒരുപാട് കളക്ഷൻസ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന എംബ്രോയിഡറി ഡിസൈൻസും ഇതെല്ലാം അടുത്ത ദിവസത്തെ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്കിലേക്കൊക്കെയുള്ള വീഡിയോസ് ചിലപ്പോൾ ഒരുപാട് നേരത്തെ എടുത്തു വെക്കും. നമുക്ക് ഓണമൊക്കെ ആയതുകൊണ്ട് ഷോപ്പിൽ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ കൂടുതൽ ഇപ്പോൾ അവിടേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഷോപ്പ് റിനോവേഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നെ എടുത്തു തരാം. നമ്മുടെ ഓൺലൈൻ സെക്ഷൻ, നമ്മുടെ ഷോപ്പിന്റെ മുകളിലത്തെ സെക്ഷനിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പൊ ഇപ്പം നമുക്ക് തിരുവമ്പാടിയിലെ കസ്റ്റമേഴ്സിനൊക്കെ അറിയാം, നമ്മുടെ കുറച്ച് സെക്ഷൻസ് നമ്മൾ മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഓണത്തിനൊക്കെ നാട്ടിൽ വരുന്നവരൊക്കെ നമ്മുടെ ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യുക. ഓൺലൈൻ്റേത് മാക്സിമം ഇനിയിപ്പം വെബ്സൈറ്റിൽ കൂടെ തന്നെ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഓണത്തിന്റെ കുറച്ച് ഹോളിഡേയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് മൊഡാലിലൊക്കെ വന്നേക്കുന്ന അടിപൊളിയായിട്ടുള്ള അൺസ്റ്റിച്ച് സൽവാർ സ്യൂട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ, ബ്ലാക്ക് കളറിലെയൊക്കെ. അപ്പൊ ഈ ഐറ്റംസ് എല്ലാം അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഷോപ്പിന്റെ റിനോവേഷന് ശേഷം ഒരുപാട് പേരുടെ, തിരുവമ്പാടിക്കാരുടെ എന്നല്ല കോഴിക്കോട് നിന്നൊക്കെ വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സിന്റെ റിക്വസ്റ്റ് ആയിരുന്നു. ലേഡീസിന്റെ ഓൾമോസ്റ്റ് നിങ്ങൾ എന്താ പറയുക അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ കിഡ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഗേൾസിന്റെ കിഡ്സും കൂടെ ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ. ഓൺലൈനിലേക്കും കൂടെ ആദ്യം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ട്സ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വെക്കേഷനിലെങ്കിലും നമ്മുടെ കുഞ്ഞു 3 മോഡൽസിനെ പിടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഭയങ്കര ബിസിയാണ്, അവരുടെ ഡേറ്റ് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാട്ടോ നമ്മുടെ 3 മക്കളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഹാൻഡ് പിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് അതുപോലെയാണ് ഫ്ലോറൻസയിലേക്ക് ഇപ്പം നമ്മൾ കിഡ്സിന്റെ ഐറ്റംസ് കൊണ്ടുവന്നേക്കുന്നത്. എല്ലാവരും വന്ന് നോക്കുക, ഒരുപാട് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പം എന്താണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ഇന്നലെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, വന്ന കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കിഡ്സിന്റെ ഓണത്തിന്റെ നമ്മൾ ചെയ്തൊക്കെ കിട്ടിയ കസ്റ്റമേഴ്സൊക്കെ ഒത്തിരി ഹാപ്പിയാണ്. കാരണം ഹക്കോബയുടെ സ്കേർട്ട് ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ലാത്തതായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്ത് എന്താ പറയുക ഒരു ട്രെൻഡായി അത്. കാരണം ഇനിയാണെങ്കിൽ നെക്സ്റ്റ് ടൈമൊക്കെ ചിലപ്പം ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കോപ്പി അടിക്കുമായിരിക്കും. കാരണം ഓണത്തിന് യൂസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ടും എന്ത് ഫംഗ്ഷന് വേണമെങ്കിലും യൂസ് ചെയ്യാം. വേണമെങ്കിൽ ആ ടോപ്പ് വേണമെങ്കിൽ മാറ്റം തോറും നമുക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയി. അപ്പം അതൊക്കെ 2 കൈ നീട്ടി സ്വീകരിച്ച എല്ലാ ഫ്ലോറൻസയുടെ കസ്റ്റമേഴ്സിനും ഒരുപാട് താങ്ക്സ്. പക്ഷെ എനിക്ക് കുഞ്ഞു കുറച്ച് സങ്കടങ്ങളുണ്ട്. നമ്മുടെ ഒരു 2-3 കാര്യങ്ങൾ, നമ്മുടെ കുർത്തീസിന്റെ ഓണത്തിന്റെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ ചെയ്ത നമ്മുടെ ഓണം കുർത്തീസിന്റെ ഒരുപാട് റെപ്ലിക്കാസ്, അതായത് ഒരു കോപ്പി ആയിട്ട് മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തന്നെ കുറെ കസ്റ്റമേഴ്സ് നമുക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നു. 690 എന്നൊക്കെ പറഞ്ഞിട്ട് ഈവൻ നമ്മുടെ ലോക്കലി ഇവിടെയുള്ള ഷോപ്പുകളിൽ പോലും അതിൻ്റെയൊക്കെ കോപ്പികൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മളൊരു കുർത്തി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുറേ ദിവസത്തെ കഷ്ടപ്പാടിന്റെ ഫലങ്ങളാണ്. നമ്മൾ കുറേ നോക്കി അതിന്റെ എംബ്രോയിഡറികളൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അത് ഓണം തീമിലേക്ക് അല്ലാതെ നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ ഡിസൈനുകളെല്ലാം നമ്മൾ പുറത്തിറക്കിയത്. അപ്പം അതിനെ നേരെ എല്ലാം കിട്ടി. നിങ്ങൾക്കൊരു പീസ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഏത് മാനുഫാക്ചേഴ്സിന് വേണമെങ്കിലും അതിനെ കോപ്പി അടിക്കാം. പക്ഷേ അങ്ങനെ സിമ്പിളായിട്ട് കോപ്പി അടിച്ച് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയോ ഒന്നുമില്ലാതെ ഏറ്റവും ലോക്കലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് എടുത്തിട്ട് അതിൻ്റെ ഒരു കോപ്പി ആയിട്ട് എംബ്രോയിഡറി ചെയ്തിട്ട് അതിനെ ഒരു 690 ചിലപ്പോൾ വിൽക്കാൻ പറ്റുമായിരിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ക്വാളിറ്റി വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. ഫ്ലോറൻസിൽ നിന്ന് കിട്ടിയൊരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അതിനകത്ത് ഏതിനെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ 690 എനിക്ക് എന്താണെങ്കിലും അത്രയും നല്ല ഹെവി എംബ്രോയിഡറി വരുന്ന കുർത്തീസ് എനിക്ക് സെല് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആ ഒരു ക്വാളിറ്റിയിൽ ആർക്കും അത് കൊടുക്കാനും പറ്റത്തില്ല. ഫ്ലോറൻസയുടെ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കുർത്തിയായിട്ട് വരുന്നതിന് പുറകിലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ കുർത്തിയുടെ പലതിൻ്റെയും ഡിസൈനുകൾ ആദ്യമേ നമ്മൾ വരച്ച് അതിൻ്റെ ആ ഒരു ഫ്ലോറൽ ഇതിൻ്റെയൊക്കെ ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളും എല്ലാം വരുത്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ആ ഡിസൈനുകളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നത്. അതിനുശേഷം പിന്നെ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എംബ്രോയിഡറികൾ ഒരു ഫാബ്രിക്കിനകത്ത് അതിനകത്ത് ഏറ്റവും അതിലേക്ക് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷൻസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ഏതാണ് ആ ഒരു കളറിലേക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ഒരുപാട് ചെയ്ത് നോക്കിയതിന് ശേഷം ഏറ്റവും സ്യൂട്ടബിൾ
സിമ്പിൾ ആയിട്ടുള്ള കളേഴ്സാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ സിമ്പിൾ ആയിട്ടൊരു ഫാബ്രിക് ഒരു റെഡിമെയ്ഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പോൾ ഓൺലൈനും കൂടെ ഉള്ളതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്ത് വാങ്ങി നേരെ അതിൻ്റെ ഒരു കുർത്തി ഡയറക്റ്റ് തന്നെ ആ ഒരു കോമ്പിനേഷനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു ക്വാളിറ്റിയിലേക്കോ നമ്മളിപ്പോൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മളിത് ഷ്രിങ്കായി പോകും എന്നുള്ളത് കൊണ്ട് നമ്മളത് എക്സ്ട്രാ മെഷർമെന്റും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ട് നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നത്. നമ്മൾ ഈ ഐറ്റംസ് എല്ലാം കിട്ടിയ കസ്റ്റമേഴ്സിന് അറിയാലോ അല്ലെ. അപ്പം നമ്മൾ ഇത്രയും ഒരു കുർത്തിയിൽ തന്നെ 2000-3000 പീസൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഈ 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് എന്ന് പറഞ്ഞാൽ മതി എത്ര ഡിഫറൻസ്, എത്ര ഫാബ്രിക്, എത്ര എക്സ്പെൻസസ് എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത്രയും ഇതിൽ നമ്മൾ ചെയ്തതിനെയൊക്കെ വളരെ സിമ്പിളായിട്ട് 690, 790 എല്ലാവർക്കും ചെയ്ത് ഇതാക്കാൻ പറ്റും. പക്ഷെ എനിക്കത് ഒരുപാട് ഫീൽ ചെയ്ത കാര്യമാണ്. കാരണം ഒത്തിരി സങ്കടമായി അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ചെയ്തെടുത്ത ഐറ്റംസ് ഭയങ്കര സിമ്പിളായിട്ട് മാർക്കറ്റിലാണ്. നമ്മൾ കഴിഞ്ഞ തവണ ക്രിസ്മസിനകത്ത് നമ്മൾ ചെയ്തപ്പോഴും സെയിം തന്നെ നമ്മളെല്ലാം ഈ ഐറ്റംസ് ഒക്കെ ഒരുപാട് നേരത്തെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഓഗസ്റ്റ് 31 മുന്നേ തന്നെ നമ്മളെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും തന്നെ നമ്മുടെ പ്രീ ബുക്കിംഗ് ഐറ്റംസ് എല്ലാം കിട്ടി, ഒരു 10-15 ദിവസം മുന്നേ തന്നെ. അപ്പം വളരെ കുറഞ്ഞ ആൾക്കാർക്ക്, ലേറ്റ് ആയിട്ട് ഓർഡർ ചെയ്തവർക്ക് മാത്രമാണ് അത് കഴിഞ്ഞിട്ട് കിട്ടിയത്. അപ്പോൾ അത്രയും നേരത്തെ നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ അന്നേരത്തേക്ക് ഇതിന്റെയൊക്കെ കോപ്പീസ് മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആവുക. കഴിഞ്ഞ തവണത്തെ നമ്മുടെ ക്രിസ്മസിന്റെ പോക്കറ്റ് ഡിസൈൻ നമ്മളത് ചെയ്ത് അത്രയും ക്വാണ്ടിറ്റി നമ്മൾ ചെയ്ത് 3000 പീസിന്റെ അടുത്ത് നമ്മൾ ചെയ്തൊരു കുർത്തി, അത് 2500-3000 പീസിന്റെ അടുത്ത്. അപ്പൊ അതൊക്കെ അവസാനമായപ്പോൾ ഡിസംബർ ഒരു ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേനും നമുക്ക് തന്നെ പല ഹോൾസെയിലേഴ്സ്, സപ്ലർമാരൊക്കെ നമുക്ക് തന്നെ ഫോട്ടോ അയച്ചു തരുമോ ഇത് വേണോന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഓർക്കും ഈ ഡിസൈൻ നമ്മുടേതായിരുന്നല്ലോ, ഇവിടെ ജസ്റ്റ് ഇവിടേക്ക് ഒരു സിമ്പിൾ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഒരു പോക്കറ്റ് കൊടുത്ത് നമ്മുടെ കുർത്തി. അപ്പം അങ്ങനത്തെ ഒരു പ്രവണതയുണ്ട് മാർക്കറ്റിൽ, കോപ്പി അടിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എനിക്കത് ഒത്തിരി ഫീൽ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോടും അതേപോലെ തന്നെ ഈവൻ ഈ മറ്റു ഷോപ്പുകാരോടും പറയാനുള്ളത്, എന്റെ ഫോട്ടോസ് എടുത്തിട്ട് മാനുഫാക്ചേഴ്സിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത് ഇതുപോലെ ചെയ്തു തരുമോ എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. കാരണം കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയേക്കുന്നത്. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ്.